പ്രണയസഖി ഭാഗം 33. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. വർണ്ണയും ശിവയും ഇപ്പോൾ കളപ്പുരയ്ക്കൽ വന്നിട്ട് 1 മാസം കഴിഞ്ഞിരിക്കുന്നു. വർണ്ണ ഇപ്പോൾ KM ഹോസ്പിറ്റലിലാണ് ജോലിക്ക് പോകുന്നത്. രാവിലെ പോയി വൈകിട്ട് വരും. നൈറ്റ് ഷിഫ്റ്റ് അങ്ങനെ കയറാറില്ല. ശിവ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചാണ് കളപ്പുരയ്ക്കിലേക്ക് വന്നിരിക്കുന്നത് എന്ന് വർണ്ണയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷേ അതെന്താണെന്നും അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതും എന്നുള്ളതായിട്ടുള്ള കാര്യങ്ങളൊന്നും അവൻ ഇതുവരെ അവളോട് പറഞ്ഞിട്ടില്ല. അന്നൊരിക്കൽ ഇതിനെക്കുറിച്ച് അവനോട് ചോദിച്ചിരുന്നുവെങ്കിലും പിന്നെ വർണ്ണയും അത് അവനോട് ചോദിക്കാൻ നിന്നിട്ടില്ല. ശിവ എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാകും. പക്ഷേ ഫോണിലും ലാപ്പിലുമായി അവനാകെ തിരക്കിലായിരിക്കും. ഈ 1 മാസം കൊണ്ട് ആകെയുണ്ടായ വ്യത്യാസം വർണ്ണയോടുള്ള ശിവയുടെ പെരുമാറ്റം മാത്രമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ശിവ വർണ്ണയോട് കൂടുതൽ അടുത്തു. ഇടയ്ക്കുള്ള ചുംബനങ്ങളും ചേർത്ത് പിടിക്കലുമായിട്ട് അവരുടെ ജീവിതം സുഖമായിട്ട് നീങ്ങുന്നു. ഇതിനിടയിൽ ഇഷ ഇതുവരെ യാതൊരു പ്രശ്നത്തിനും വരാതിരിക്കുന്നത് ശിവയ്ക്കും വർണ്ണയ്ക്കും ഒരത്ഭുതം തന്നെയായിരുന്നു. അങ്ങനെ ഇന്ന് രാവിലെ ശിവ ഒരു സ്ഥലം വരെ പോവാണ് എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ തയ്യാറെടുപ്പിലാണവൻ. എങ്ങോട്ടാണ് വർണ്ണ പോകുന്നതെന്ന് ചോദിച്ചിട്ടും അവൻ തിരികെ ഒന്നും പറഞ്ഞിട്ടില്ല. പോയിട്ട് വരുമ്പോൾ പറയാം എന്ന് മാത്രമാണ് അവളോട് മറുപടി പറഞ്ഞിരിക്കുന്നത്. അതിന് അവനോട് പരിഭവിച്ചിരിക്കുകയാണ് വർണ്ണ. എവിടെ പോവാണ് നീ? പറയാൻ സൗകര്യമില്ല. കുറേ നേരമായിട്ട് വർണ്ണ അവനോട് എവിടെ പോവാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ പോയിട്ട് വന്നിട്ടേ പറയൂ എന്നുള്ളൊരു സ്റ്റാൻഡിൽ നിൽക്കുകയാണ് അവൻ. അതുകൊണ്ട് തന്നെ അവളുടെ വിളി നീ എന്നൊക്കെ ആയി മാറിയിട്ടുണ്ട്. അവളോട് കെറിവിച്ച് പറഞ്ഞുകൊണ്ട് അവൻ ബാഗും എടുത്ത് മുറുക്കി പുറത്തേക്കിറങ്ങി. ഇറങ്ങും മുന്നേ അവൻ അവളെ ഒന്ന് നോക്കി. ഇപ്പോഴും പരിഭവിച്ചിരിക്കുകയാണ് അവൾ. മുഖം വീർത്തിരിക്കുന്നുണ്ട്. ഞാൻ വയനാട് പോവാണ്. ഇവിടെ ആരോടും പറയണ്ട. ബാക്കി കാര്യങ്ങളൊക്കെ പോയിട്ട് വന്നിട്ട് പറയാം. അവൻ അവളുടെ അടുത്തേക്ക് വന്ന് ബാഗ് വെച്ച് കട്ടിലിരുന്ന് അരുമയായിട്ട് അവളോട് പറഞ്ഞു. അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദത്തിലുള്ളൊരു വ്യത്യാസം വർണ്ണ ശ്രദ്ധിച്ചിരുന്നു. സൂക്ഷിക്കണം. അതുമാത്രമാണ് അവൾ അവനോട് തിരികെ പറഞ്ഞത്. അവൻ അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. കണ്ണുകളടച്ച് അവളത് സ്വീകരിക്കുകയും ചെയ്തു. കണ്ണുകൾ തുറന്നവനെ നോക്കുമ്പോഴും അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്, അത്രയും അടുത്ത്. അങ്ങനെ അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ ഒന്ന് പിടച്ചു. ഇതുവരെ ഇല്ലാത്തൊരു പിടപ്പ്. അവളുടെ കണ്ണുകൾ ചുറ്റും ഓടിക്കളിച്ചു. ഒടുവിൽ അവളുടെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ വന്നു നിന്നു. അവൻ്റെ നോട്ടം അന്നേരം അവളുടെ കണ്ണുകളിൽ നിന്നും നേരെ ചുണ്ടിലേക്ക് എത്തി നിന്നു. ആ നോട്ടത്തിൽ അവൾ ഒന്നാകെ ഒന്ന് വിറച്ചുപോയി. അവൻ അവളെ വീണ്ടും ഒന്ന് നോക്കി, സമ്മതത്തിനെന്നോണം. അത് കണ്ടതും അവൾ കണ്ണുകൾ അടച്ചു കളഞ്ഞു. അവളുടെ കവിളിലേക്ക് പടർന്നു കയറിയ ചുവപ്പും അടഞ്ഞിരിക്കുന്ന കൺപോളകളിലെ കൃഷ്ണമണിയുടെ അനക്കവും അവനുള്ള സമ്മതം തന്നെയായിരുന്നു. പതിയെ അവൻ്റെ ചുണ്ടുകൾ അവളുടേതിലേക്ക് ചേർന്നു. വല്ലാത്തൊരു കുളിര്. ആദ്യമായിട്ട് അറിയുന്ന ലഹരിയിൽ ഇരുവരും ഒന്ന് വിറച്ചു. അവളുടെ കൈകൾ അവൻ്റെ മുടിയിഴകളിലേക്ക് ഓടിയെത്തി. അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിനെ ചുറ്റിപ്പിടിച്ചു. ആവേശമോ വെപ്രാളമോ ഉണ്ടായിരുന്നില്ല. അവൻ്റെ ചുണ്ടുകൾ പതിയെ അവളുടെ ചുണ്ടുകളെ പൊതിഞ്ഞെടുത്തു. പൂവിൽ നിന്ന് തേൻ നുകരുന്ന പോലെ അവൻ അവളുടെ ചുണ്ടുകൾ നുണഞ്ഞു. ചുണ്ടിൽ മാത്രം ഒതുങ്ങി നിന്ന അത്രയും മൃദുലമായൊരു ചുംബനം. അവളിൽ നിന്ന് അകന്നു മാറുമ്പോൾ അവളുടെ ചുണ്ടിൽ അവനായി ഏൽപ്പിച്ച അവശേഷിപ്പ് ബാക്കിയുണ്ടായിരുന്നു. വീണ്ടും കൊതി തീരാത്തതുപോലെ അവൻ വീണ്ടും അവളുടെ ചുണ്ടിൽ ഒന്നുകൂടി അമർത്തി ഉമ്മ വെച്ചു. അവളെ നോക്കിയതും അവൾ അവനെ നോക്കാനാകാത്ത വിധം തല താഴ്ത്തി കളഞ്ഞു. പോയിട്ട് വരാം. അവൻ വീണ്ടും അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ച് പുറത്തേക്കിറങ്ങി. ഇരുവരും ഒരുമിച്ചാണ് താഴേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങിയത്. താഴെ എല്ലാവരോടും യാത്ര പറഞ്ഞതിന് ശേഷം ശിവ പോകാനിറങ്ങി. അവൻ പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ അവൾ പോലും അറിയാതെ വർണ്ണയുടെ കൈകൾ താലിയിലൊന്ന് മുറുകി. വയനാട്ടിലേക്കുള്ള യാത്രയിലാണ് ശിവ. കാറിലിരിക്കുമ്പോഴും അവൻ്റെ ചിന്തകൾ പലവിധമായിരുന്നു. വയനാട്ടിലേക്ക് അവിടെ നിന്നും അല്പം ദൂരമുണ്ട്. ഒറ്റയ്ക്കുള്ള യാത്ര അല്പം മുഷിച്ചിലാണ്. എങ്കിലും ഒറ്റയ്ക്ക് തന്നെ മതി എന്നുള്ളത് നേരത്തെ തന്നെ എടുത്ത തീരുമാനമാണ്. ഈയൊരു യാത്രയുടെ പ്രധാന ഉദ്ദേശം തന്നെ പൊന്നുവിൻ്റെ അച്ഛനെയും അമ്മയെയും കാണുക എന്നത് തന്നെയാണ്. പക്ഷേ അവരുടെ പെരുമാറ്റവും റിയാക്ഷനും എങ്ങനെയായിരിക്കും എന്നതിന് അവന് യാതൊരു എത്തുംപിടിയും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവരെ കാണണം എന്നുള്ളത് താൻ മനസ്സിലെടുത്ത തീരുമാനമാണ്. എന്തൊക്കെയായാലും മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് അവൻ യാത്ര തുടർന്നു. അവൻ ഡ്രൈവ് ചെയ്യുകയായിരിക്കും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ വർണ്ണ അവനെ വിളിച്ച് ശല്യം ചെയ്യാൻ നിന്നില്ല. ഏകദേശം രാത്രിയായപ്പോഴാണ് ശിവ ഇങ്ങോട്ട് വിളിക്കുന്നത്. വർണ്ണ മുറിയിലിരിക്കുമ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത്. അത് അവനായിരിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് വേഗം തന്നെ ഫോൺ എടുത്തു. എത്തിയോ അവിടെ? ആ എത്തി. ഇവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്തു. അച്ഛനും അമ്മയൊക്കെ എവിടെ? അവരൊക്കെ താഴെയുണ്ട്. അച്ഛനിപ്പോൾ വന്നതേ ഉള്ളൂ. ചെറിയച്ഛനും സതീശനങ്ങളും കൂടെ മംഗലാപുരം വരെ പോയിരിക്കുവാണ്. ഇഷയില്ലേ അവിടെ? ഉണ്ട്. എന്തെങ്കിലും പറഞ്ഞോ അവള്? ഇതുവരെ ഒന്നും പറഞ്ഞില്ല. ആകെ ഒതുങ്ങിക്കൂടിയാണ് കഴിയുന്നത്. എന്തിനുള്ള ഉദ്ദേശമാണെന്നറിയില്ല. പിന്നെ ഭക്ഷണം കഴിച്ചോ നീ? ഇല്ല, കഴിക്കണം.
ദേവേട്ടൻ കഴിച്ചോ? കഴിച്ചില്ല, കഴിക്കണം. എങ്കിൽ ശരി, കിടക്കാൻ നോക്കിക്കോ. യാത്രയൊക്കെ ചെയ്തതല്ലേ, ക്ഷീണം ഉണ്ടാകും. ആ. അത് പറഞ്ഞ് അവൻ ഫോൺ വെച്ചു. ഹോട്ടലിലാണെന്ന് അവളോട് കള്ളം പറഞ്ഞതിൽ അവന് ചെറിയൊരു വിഷമം തോന്നി. എങ്കിലും അത് ആവശ്യമായതുകൊണ്ട് അവനത് വിട്ടുകളഞ്ഞു. ശിവ ഫോൺ വെച്ച് കഴിഞ്ഞ് വർണ്ണ ഫോൺ മാറ്റിവെച്ച് തിരിഞ്ഞപ്പോഴേക്കും വാതിലിൽ ആരോ കൊട്ടുന്ന ശബ്ദം കേട്ടു. അമ്മയായിരിക്കും എന്ന് കരുതി വർണ്ണ വേഗം പോയി വാതിൽ തുറന്നു. നോക്കുമ്പോൾ മുന്നിൽ ഇഷ. എന്താ? അല്പം പരുക്കമായി തന്നെയാണ് വർണ്ണ അവളോട് കാര്യം ചോദിച്ചത്. ഇഷ വർണ്ണയുമായിട്ട് അങ്ങനെ സംസാരിക്കാറില്ല. വർണ്ണയും അവളോട് സംസാരിക്കാൻ പോകാറില്ല എന്നുള്ളത് വേറൊരു സത്യം. അതെന്താ വർണ്ണ അങ്ങനെ ചോദിക്കുന്നത്? എനിക്കെന്തെങ്കിലും കാരണം ഉണ്ടെങ്കിലും ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചില്ല ഷാനി. വാതിക്കെ തന്നെ നിൽക്കാതെ എനിക്ക് അകത്തേക്ക് വരാമോ? വർണ്ണ അവളുടെ ചോദ്യത്തിന് മറുപടിയൊന്നും പറഞ്ഞില്ല. എങ്കിലും മുന്നിലെ വാതിൽക്കൽ നിന്ന് മാറിക്കൊടുത്തു. എത്ര നാളായി ഞാൻ ഈ മുറിയിലേക്കൊന്ന് കയറിയിട്ട്. ശിവ പോയത് പിന്നെ ഈ മുറിയിലേക്ക് അങ്ങനെ ആരും കയറാറില്ല. വല്ലപ്പോഴും വൃത്തിയാക്കാൻ വേണ്ടി മാത്രം വലിയമ്മ കയറും. ഇഷ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും അതത്ര കാര്യമാക്കാത്ത രീതിയിലായിരുന്നു വർണ്ണ നിന്നത്. ശിവ എന്തിനായി തറവാട് വിട്ട് പോയതെന്ന് വർണ്ണയ്ക്കറിയോ? വർണ്ണയുടെ നേരെ തിരിഞ്ഞ് ഇഷ ചോദിച്ചതും വർണ്ണ ഒന്നും മിണ്ടാൻ പോയില്ല. അറിയില്ലല്ലേ? ശിവ അത് നിന്നോട് പറയില്ല എന്നെനിക്കറിയാം. കാരണം നിങ്ങൾ തമ്മിൽ അത്ര രസത്തിലല്ലല്ലോ. അവളുടെ പരിഹാസ ചുവയോടെയുള്ള സംസാരം കേട്ടതും വർണ്ണയുടെ ഉള്ളംകാലിൽ നിന്ന് ഒരു തരിപ്പ് കയറി. അവളെ എന്തെങ്കിലും ചെയ്തു പോകാതിരിക്കാൻ അവൾ സ്വയം മുഷ്ടി ചുരുട്ടി പിടിച്ചു. ശിവയ്ക്ക് മുന്നേ ഒരു പ്രണയം ഉണ്ടായിരുന്നു. ആ കുട്ടി ഈ തറവാട്ടിൽ വന്ന് നിന്നിരുന്ന സമയത്ത് അവർ തമ്മിൽ ഫിസിക്കലി റിലേ. ബാക്കി പറയും മുന്നേ ഇഷയുടെ കവിള് പുകച്ചൊരെണ്ണം വർണ്ണ കൊടുത്തു കഴിഞ്ഞിരുന്നു. കാര്യം അറിയില്ലെങ്കിൽ പറയാൻ നിൽക്കരുത്. എൻ്റെ ദേവേട്ടൻ എങ്ങനെയാണെന്നും എന്താണെന്നും എനിക്കറിയാം. അത് നീ എന്നെ പറഞ്ഞു പഠിപ്പിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല, കേട്ടല്ലോ. അത്രയും ദേഷ്യത്തോടെ തന്നെ വർണ്ണ അവളോട് തിരിച്ചു പറഞ്ഞു. അവളുടെ അടുത്തു നിന്നും അങ്ങനെ ഒരു പ്രവൃത്തി പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് തന്നെ ഇഷ ഞെട്ടിത്തെറിച്ചു നിന്നു. നീ എന്നെ? അത് പറഞ്ഞ് ഇഷ അവൾക്ക് നേരെ വിരൽ ചൂണ്ടിയതും അവളുടെ വിരൽ വർണ്ണ തട്ടിപ്പിടിച്ച് മാറ്റിയിരുന്നു. എല്ലാവരുടെയും അടുത്തും പോയി സംസാരിക്കുന്നത് പോലെ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ നിൽക്കരുത്. നീ പറയുന്നതൊക്കെ ഒരു പരിധി വരെ ഞാൻ കേട്ടു നിൽക്കും. പരിധിയിൽ കവിഞ്ഞു പോയാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് ഇഷാൻ ഇപ്പോൾ മുറിയിൽ നിന്ന് പോകുന്നതായിരിക്കും നല്ലത്. പരമാവധി ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് വർണ്ണ അവളോട് പറഞ്ഞു. ഇഷാനിക്ക് വല്ലാതെ നാണക്കേട് തോന്നി. അവളെ പകയിരിയുന്ന കണ്ണുകളോടെ നോക്കിക്കൊണ്ട് ഇഷാനി മുറിക്ക് പുറത്തേക്ക് നടന്നു. അവൾ വടി കൊടുത്ത് അടി വാങ്ങാൻ വന്നിരിക്കുന്നു. ഇഷാനി പോയതും വർണ്ണ പിറുപിറുത്തുകൊണ്ട് വീണ്ടും ഫോണെടുത്ത് ശിവയെ കോൾ ചെയ്തു. 2 റിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ശിവ കോൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. നിങ്ങളുടെ മുറപ്പെണ്ണിന് ഞാൻ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഫോൺ എടുത്ത പാടെ ഹലോ പോലും പറയാതെ വർണ്ണ ദേഷ്യത്തോടെ അവനോട് അതാണ് പറഞ്ഞത്. എന്ത്? അവൾ പറഞ്ഞത് അവന് വ്യക്തമാകാതെ വന്നതും അവൻ വീണ്ടും ഒന്നുകൂടി അവളോട് ചോദിച്ചു. നിങ്ങളുടെ മുറപ്പെണ്ണില്ലേ ഇഷാനി, അവൾക്കിട്ട് ഞാൻ ഒരെണ്ണം കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ തന്നെ മറുപുറത്തു നിന്നും അവൻ്റെ അടക്കിയുള്ള ചിരി വർണ്ണ കേട്ടിരുന്നു. എന്താണ് കാര്യം? കാര്യം പറയ്, കേൾക്കട്ടെ. അതോ, അവൾ എനിക്ക് ദേവേട്ടൻ്റെ കഥ പറഞ്ഞു തരാൻ വന്നിരിക്കുന്നു. ദേവേട്ടൻ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ വേറൊരു റിലേഷൻ ഉണ്ടായിരുന്നു അത്രേ. ബാക്കി പറയും മുന്നേ ഞാൻ ഒരെണ്ണം കൊടുത്തു. അതുകൊണ്ട് അവിടെ വെച്ച് നിർത്തി. വർണ്ണ പറഞ്ഞതും ശിവ ഉറക്കെ ചിരിച്ചു പോയി. ശരിയെങ്കിൽ ഇത് പറയാൻ വിളിച്ചതാ ഞാൻ. ഗുഡ് നൈറ്റ്. വെക്കല്ലേ? എന്താ? എടി, നീ ഇങ്ങനെ അൺറൊമാൻറ്റിക് ആവല്ലേ. ഒരു ഉമ്മയൊക്കെ ആവാം. നമ്മളിപ്പോൾ ലോങ് ഡിസ്റ്റൻസ് അല്ലേ. അപ്പുറത്തു നിന്നും അവളെ തണുപ്പിക്കാൻ എന്നോണമുള്ള അവൻ്റെ കുസൃതിയോടെയുള്ള ശബ്ദം കേട്ടതും അവളുടെ കവിളൊന്ന് ചുവന്നു വന്നു. അവളുടെ മൂടൊന്ന് മാറ്റാൻ വേണ്ടി ശിവ മനഃപൂർവ്വം പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഇന്ന് മുഴുവൻ അത് തന്നെ ഓർത്തുകൊണ്ടിരിക്കും. കേട്ടില്ലേ നീ? ഉമ്മതാ. അവൻ്റെ പതിഞ്ഞ ശബ്ദം. അവളുടെ ചുണ്ടുകൾ ഫോൺ സ്പീക്കറിൽ അമരുന്നത് അവൻ അറിഞ്ഞു. അവൻ തിരികെ എന്തെങ്കിലും അവളോട് പറയുന്നതിന് മുന്നേ തന്നെ അവൾ ഫോൺ കട്ട് ചെയ്തിരുന്നു. ഒരു പുഞ്ചിരിയോടെ ഫോൺ എടുത്ത് അവൻ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. അവളിലേക്കെത്താൻ മനസ്സ് കുതിക്കുന്നത് പോലെ തോന്നിപ്പോയി അവന്. എത്രയും വേഗം അവളെ കാണാൻ. അവളുടെ ഓർമ്മയിൽ അവൻ്റെ ഹൃദയം സാന്ദ്രമായി. ഒരു കുഴപ്പവും ഉണ്ടാകാതിരുന്ന മനസ്സാണ്. അവൻ പോലും അറിയാതെ അവളിലേക്ക് ചാഞ്ഞുപോയി. അവളോട് അടക്കാനാവാത്ത പ്രണയമായി. ഇന്നിപ്പോൾ അവളെ കാണാതിരിക്കാൻ പോലും വയ്യെന്നായിരിക്കുന്നു. അവൻ്റെ ഓർമ്മയിലേക്ക് രാവിലെയുള്ള തങ്ങൾക്കിടയിലെ സംഭവങ്ങൾ ഓർമ്മ വന്നു. അവൻ്റെ മുഖവും ആ ഓർമ്മയിലൊന്ന് ചുവന്നു പോയി. ഇവിടെ വർണ്ണയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. ഫോൺ കട്ടായിട്ടും തൻ്റെ ഹൃദയമിടിപ്പിനെ വരുതിയിലാക്കാൻ വർണ്ണ നന്നേ പാടുപെട്ടു. തനിക്ക് മുന്നിലായിരിക്കുന്ന കണ്ണാടിയിലേക്ക് അറിയാതെ നോട്ടം പോയപ്പോഴാണ് താൻ പോലും അറിയാതെ പുഞ്ചിരിക്കുകയാണെന്നും തൻ്റെ കവിളുകൾ ഇപ്പോൾ ചുവന്നു തുടുത്തിട്ടുണ്ടെന്നും വർണ്ണ അറിയുന്നത്. അവൾക്കും ആ നിമിഷം അവനെ കാണാൻ തോന്നിപ്പോയി. അവൻ്റെ അരികിലേക്ക് ഓടിയെത്താൻ മനസ്സ് തുടിച്ചു.
അവളുടെ ഓർമ്മകളിൽ പുഞ്ചിരിച്ചുകൊണ്ട് ശിവ തിരിഞ്ഞതും കണ്ടത് തൻ്റെ നേരെ ഗൗരവത്തോടെ കൈകെട്ടി നിന്ന് നോക്കുന്നവനെയാണ്. അവനെ കണ്ടതും പെട്ടെന്ന് തന്നെ ശിവയുടെ മുഖത്തെ പുഞ്ചിരി അങ്ങനെ തന്നെ മാഞ്ഞു പോയിരുന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.